നമസ്കാരം. അയ്യപ്പ സംഗമം വിവാദങ്ങളായി, തർക്കങ്ങളായി, ആദ്യം ഹിന്ദു സംഘടനകളൊന്നും മുന്നോട്ട് വരാതെയായി, അതിനുശേഷം NSS വന്നു, നായർ സർവീസ് സൊസൈറ്റി വന്നു, ഇപ്പോൾ SNDPയും വരുന്നു. എന്തായാലും 500 പേരെ 3000 പേരാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ അവസാനം ആദ്യം 500 പേരായി മാറി. ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പൻ ഭക്തന്മാരെ, വിദേശത്തു നിന്ന് വന്നൊരു വിദേശിയായ ഒരു അയ്യപ്പ ഭക്തൻ ഇങ്ങനെ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടും എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയാണ് പ്രശാന്തിനോട് കണ്ട് നമ്മുടെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് പറഞ്ഞു. അങ്ങനെ ആശയം വന്നു. അത് മന്ത്രിയുമായി ചർച്ച ചെയ്തു. വാസവൻ സമ്മതിച്ചു. കാരണം ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് പബ്ലിക് പരിപാടികൾ നടത്തുന്നതിനോട് ഗവൺമെൻറ് താല്പര്യം കാണും. വിജ്ഞാന സദസ്സ്, വികസന സദസ്സ്, ആളുകളെ ഇങ്ങനെ ഇളക്കി വിട്ട് പരിപാടികൾ, അതെല്ലാ വിഭാഗത്തെ ഇളക്കി വിട്ട് പരിപാടികൾ നടത്തുന്നതിൽ ഗവൺമെൻറ് താല്പര്യം കാണും. കാരണം അതിനകത്ത് പബ്ലിസിറ്റി ഉണ്ട്, ഒരു PR വർക്കുണ്ട്, ആ വിഭാഗത്തിൽ നിന്ന് 10 വോട്ട് കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. എന്തായാലും SNDP തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യുന്ന നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഇതിൽ നിന്ന് ആരും വിട്ടുനിൽക്കുന്ന നടപടി ശരിയായില്ല എന്നാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവർ പറയുന്നത്. അതുപോലെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. NSS ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു. മുമ്പ് എന്ത് ചെയ്തില്ല എന്നുള്ള കാര്യവും, ഇപ്പോൾ ശബരിമല സ്ത്രീകളെ കയറ്റിയില്ലയോ, ആ വിഷയങ്ങളൊന്നും കാര്യമല്ല. ഇപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ശബരിമല പേരും പ്രശസ്തി ലോകമായി എത്തിക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അത് ആര് നടത്തിയാലും പ്രോത്സാഹിപ്പിക്കണം. അതിനകത്ത് ദേവസ്വം ബോർഡ് മാത്രമല്ല, നാടിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ എല്ലാ ആളുകളും ഇതിനകത്ത് പങ്കെടുക്കണം. 1200 ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഭൂരിപക്ഷവും ദാരിദ്ര്യത്തിലാണ്. ശബരിമലയുടെ ദാരിദ്ര്യം ശബരിമലയിലൂടെ ഉണ്ടാകുന്ന സമ്പത്ത് തീർച്ചയായിട്ടും മറ്റ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ശബരിമലയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ഏത് കാര്യം ചെയ്യുന്നതും നല്ലതാണ് എന്ന് പറയുന്നു. അപ്പം NSS ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ BJPയുടെ കുമ്മനം രാജശേഖരൻ രംഗത്ത് വന്നു. അതിനെതിരെ പറഞ്ഞു, എത്രയോ നായർ സർവീസ് സൊസൈറ്റിപ്പെട്ട ആളുകളാണ് ഇപ്പോഴും കേസിൽപ്പെട്ട് ജാമ്യം കിട്ടാതെ അതുപോലെ തന്നെ അകത്ത് ഒരുപാട് പേര് കിടക്കുന്നില്ല, ഇങ്ങനെ ജാമ്യമൊന്നും സമയത്ത് അന്ന് കിട്ടാതെ വരികയും പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്ത് എത്രയോ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് അയ്യപ്പ സംഗമത്തിലൊക്കെ പങ്കെടുത്തതിന് എൻ്റെ പേരിൽ അന്ന് ഘോഷയാത്രയൊക്കെ നടത്തിയതിൻ്റെ പേരിൽ. അതുകൊണ്ട് അതൊക്കെ ഓർമ്മ വേണം എന്നാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞത്. എന്തായാലും അയ്യപ്പ സംഗമം നടക്കുന്നു, അത് നടക്കട്ടെ. എന്തായാലും ഓരോ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഓരോ പരിപാടികളായിട്ട് വരും. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഫാഷൻ, കുറച്ചു കാലമായി, കഴിഞ്ഞൊരു 8-10 വർഷമായി കേരളത്തിൻ്റെ ഫാഷൻ ഇത്തരത്തിലുള്ള മതപരമായ കാര്യങ്ങളൊക്കെ കൂടി സർക്കാർ ഏറ്റെടുത്ത് ചെയ്യുക. അതിൻ്റെ ഉണ്ടാക്കുന്നൊരു PR, അതിലുണ്ടാക്കുന്ന ചില സാധ്യതകൾ, അത് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മീഡിയ ഹൈപ്പുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട പല വികസന പരിപാടികളും മറ്റു കാര്യങ്ങളുമൊക്കെ മുടങ്ങിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ പോകട്ടെ. സെക്രട്ടേറിയറ്റിൽ 1.5 ലക്ഷം ഫയൽ കിടക്കുന്നു, സംസ്ഥാനത്ത് 10 ലക്ഷം ഫയൽ കിടക്കുന്നു എന്നൊക്കെ മന്ത്രി പറയുന്നു. അതെല്ലാം ഒരു വശത്ത് കിടക്കും. നമ്മൾ വയനാട് ചുരം താഴെ പോവും, ഇങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് അയ്യപ്പ സംഗമവും അതുപോലത്തെ വിവാദങ്ങളും തർക്കങ്ങളുമായിട്ടൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അയ്യപ്പ സംഘത്തിന് പിന്തുണയുമായി SNDPയും NSSും വന്നിരിക്കുന്നു എന്നുള്ള പുതിയൊരു വാർത്തയുണ്ട്. അത് അവരുടെ ഹിന്ദുമത സംഘടനകൾ എന്നുള്ള നിലയിൽ അവരുടെ പിന്തുണ സ്വാഭാവികമായിട്ട് ദേവസ്വം ബോർഡിന് ഇതിൻ്റെ ശക്തി കൂട്ടും. അപ്പോൾ അയ്യപ്പൻ്റെ പേരും പ്രശസ്തിയും കൂട്ടാനാണെങ്കിൽ നടക്കട്ടെ എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെയും അതുപോലെ തന്നെ സുകുമാരൻ നായരുടെയൊക്കെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. അവരും പങ്കെടുക്കുമായിരിക്കും. കൃത്യമായി അയ്യപ്പ ഭക്തന്മാരോ അയ്യപ്പൻ CPM അനുകൂലമായിട്ടൊക്കെ ഉള്ള ആളുകളുടെ അയ്യപ്പ ഭക്തന്മാരെ ബന്ധുക്കളും, പിന്നെ സർക്കാർ ഒരു പരിപാടി വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. അങ്ങനെയുണ്ട്. സർക്കാർ വിളിച്ചാൽ പോകണം, സർക്കാർ വിളിച്ചാൽ നമ്മൾ രാഷ്ട്രീയം കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. അവർ പോകുമായിരിക്കും. അവർ പോകട്ടെ, പങ്കെടുക്കട്ടെ, നന്നായി വരട്ടെ. അയ്യപ്പൻ വിവാദങ്ങളിൽ നിന്ന് ഉണർന്ന അയ്യപ്പൻ മാറി നിൽക്കട്ടെ. അയ്യപ്പ സംഗമം നാടിന് ഗുണകരമാണെങ്കിൽ അത് നടക്കട്ടെ. എന്തായാലും തൽക്കാലം സാമുദായിക സംഘടനകളും മതസംഘടനകളും ജാതി സംഘടനകളുമൊക്കെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്.